ഇറാന്റെ സായുധ സേനയായ IRGC പുറത്തുവിട്ട ഒരു വീഡിയോ ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. രാജ്യത്തുടനീളമുള്ള ഭൂഗർഭ മിസൈലും ഡ്രോൺ കോംപ്ലക്സുകളും അനാച്ഛാദനം ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതോടെ ഇറാന് നേരെ കൈയുയർത്താൻ നെതന്യാഹു ഇനി രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരും. ഒപ്പം കുറച്ച് പേടിക്കേണ്ടിയും വരും. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ്. മിസൈലുകൾ സൃഷ്ടിക്കുന്നതിനുള്ള ഭൂഗർഭ അറയുടെ അനാച്ഛാദനത്തിന് പുറമെ പുതിയ മിസൈലുകളുടെ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണെന്നും ഇറാൻ പറയുന്നുണ്ട്. ഉറങ്ങാത്ത അഗ്നിപർവ്വതം എന്നാണ് അവർ ഈ ഭൂഗർഭ കേന്ദ്രത്തെ വിശേഷിപ്പിക്കുന്നത്. അജ്ഞാതമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അറയിൽ വലിയ അളവിൽ ആയുധങ്ങൾ ശേഖരിക്കാനും രഹസ്യമായി അവ പ്രയോഗിക്കുന്നതിനും ഉള്ള സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട്. ഒക്ടോബറിലും ഏപ്രിലും ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളും ഈ ഭൂഗർഭ മിസൈൽ ബേസ് ഉപയോഗിച്ചാണ് നടത്തിയതെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. മോക്ക് ഡ്രില്ലുകളും ആയുധങ്ങളുടെ പരീക്ഷണ ലോഞ്ചിങ്ങും ഇറാൻ ഈ മാസം നടത്തുമെന്ന് ജനറൽ അലി മുഹമ്മദ് നൈനി മുന്നറിയിപ്പ് നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഭൂഗർഭ അറയുടെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ആയുധങ്ങളുടെ ബലത്തിൽ കൂട്ടക്കുരുതിയും വംശഹത്യയും നടത്തി സർവ്വതും പിടിച്ചെടുക്കാമെന്ന് അഹങ്കരിക്കുന്ന ഇസ്രയേലിന് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണത്. ഇറാനിൽ ആക്രമണങ്ങൾ നടത്താനും ഇറാന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്താനും ഇസ്രയേൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെല്ലുവിളികൾക്കിടയിലും ഇറാൻ 10 മടങ്ങ് ശക്തിയിലാണ് നെതന്യാഹുവിനെതിരെ പടയൊരുക്കുന്നത്. ഇറാന്റെ ഈ സൈനിക ശക്തി പ്രകടനങ്ങൾ ഇസ്രയേൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം കൂടിയാണ്. ഇറാന്റെ സൈനിക ആയുധ ശേഖരം ഇപ്പോൾ കൂടുതൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. 120 കിലോമീറ്റർ പ്രഹരശേഷിയുള്ളതാണ് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലായ ഫാത്ത് 360. 2019 പുറത്തിറക്കിയ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ ഡെസ്പുൾ 1000 കിലോമീറ്ററിലധികം ദൂരെയുള്ള വസ്തുക്കളെ തകർക്കാൻ ശേഷിയുള്ളതാണ്. അതുപോലെ തന്നെ ദീർഘദൂര ബോംബിംഗ് ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ജെറ്റ് പവേ ഡ്രോണുകളും സൈന്യത്തിന് ഒരു മുതൽക്കൂട്ടാണ്. ഈ ആയുധ സമ്പത്തെല്ലാം സൂക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഭൂഗർഭ അറകളാണ് ഡ്രോൺ നഗരങ്ങൾ എന്നറിയപ്പെടുന്നത്. 500 മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ അറയിൽ വ്യോമാക്രമണത്തിൽ നിന്നും ആയുധങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ സിംഗ് മൊബൈൽ ലോഞ്ചറുകൾ, വെടിമരുന്ന് ശേഖരം ഇവ സ്ഥാപിച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ആയുധവിന്യാസം നടത്തുന്നതിനുള്ള സംവിധാനവും ഇവയിലുണ്ട്. സൈനിക യൂണിറ്റുകൾക്കിടയിൽ ആശയവിനിമയം നടത്താനുള്ള ഭൂഗർഭ കമാൻഡ് സെന്ററുകളായി പ്രവർത്തിക്കാനും ഇവയ്ക്ക് കഴിയും. ഗാസയിലും ലെബനോണിലുമൊക്കെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. എന്നാൽ ഇറാന്റെ പുതിയ ഭൂഗർഭ അറകൾ ഇസ്രയേലിന്റെ ഇത്തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തും എന്നതിൽ സംശയമില്ല. ആയുധങ്ങളുടെ ഇറക്കുമതി കുറച്ച് അവയിൽ സ്വാശ്രയത്വം കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നത്. അതോടെ തങ്ങളുടെ ആയുധങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറം ലോകം അറിയാതെ സുരക്ഷിതമാക്കാനും അവർക്ക് കഴിയും. ഭൂഗർഭ അറകൾ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനാൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ സൈറ്റുകൾ ഇസ്രയേലിന് അത്ര പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാനും കഴിയില്ല. ഇറാന്റെ സൈനിക ശേഷി വർദ്ധിക്കുന്നു എന്ന വാർത്തകൾ ഇനി ആയുധം കയ്യിലെടുക്കുമ്പോൾ 2 തവണ ചിന്തിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കും. ഇറാന്റെ ഭൂഗർഭ മിസൈലുകളിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ ഇസ്രയേൽ കൂടുതൽ പണം മുടക്കേണ്ടിയും വരും. ഇറാന്റെ ആക്രമണം തടയാൻ ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ എന്നിവയ്ക്ക് ഇനിയും ഏറെക്കുറെ മോഡിഫൈ ചെയ്യേണ്ടതായി വരും.